ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നാമം 130. ഓം വേദാംഗായ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. നാമം 130. വേദാംഗഃ. വേദങ്ങളായ അവയവങ്ങളോട് കൂടിയവനാരോ അവൻ വേദാംഗൻ. ഭഗവാന്റെ രൂപം വർണ്ണിക്കുന്നവർ അവസാനം ചെന്നെത്തുന്നത് സമ്പൂർണ്ണ ജ്ഞാനത്തിലേക്കാണ്. കേനോപനിഷത്തിൽ ഭഗവാനെപ്പറ്റി പരാമർശിക്കുമ്പോൾ പറഞ്ഞത് വേദാഹ സർവാംഗാനി എന്നാണ്. എല്ലാ അംഗങ്ങളും വേദങ്ങളായിട്ടുള്ളവനാണ് ഭഗവാൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. വ്യാകരണം, ശിക്ഷ, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം ഇവയാണ് വേദാംഗങ്ങൾ. ഇവ വേദപുരുഷന്റെ 6 അംഗങ്ങളാണ്. ഛന്ദഃ പാദൗ തു വേദസ്യ ഹസ്തൗ കൽപ്പോധ പഠ്യതേ ജ്യോതിഷാമയ നന്ദ്വശൂർ നിരുക്തം ശ്രോത്രമുച്യത്തെ. ഛന്ദസ് വേദത്തിൻ്റെ പാദങ്ങളും, കൽപ്പം കൈകളും, ജ്യോതിഷം കണ്ണുകളും, നിരുക്തം ചെവിയും, ശിക്ഷ മൂക്കും, വ്യാകരണം മുഖവുമാകുന്നു. വേദമാകുന്ന ഭഗവാന്റെ ശരീരത്തിലെ അംഗങ്ങളാണ് പ്രസ്തുത ശാസ്ത്രങ്ങൾ. ഇങ്ങനെ വേദങ്ങൾ അംഗമായി വിളങ്ങുന്നതുകൊണ്ട് ഭഗവാനെ വേദാംഗഃ എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ.